ഈ ഒരു ലൈറ്റ് സെറ്റിങ്സ് എത്രമാത്രം എഫക്റ്റീവ് ആവും എന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അണ്ണൻ എൻ്റെ നായിൻ്റെ ബലം കൊണ്ട് എന്നേക്കുമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തായതുകൊണ്ട് ഇനി ഒരു പഴയ ബാക്ക്ഗ്രൗണ്ടിലും സ്റ്റുഡിയോയിലും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. നിലവിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനകത്ത് ലൈറ്റ് സെറ്റിങ്സ് എൻഹാൻസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ ശ്രമിക്കാം. അല്ലാതെ ഇനിയൊരു മടങ്ങിപ്പോക്ക് ഇല്ല ശശിയെ. എടേ, ഇപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് കടന്നു പോകുന്നത്. വരാൻ പോകുന്ന 20 വർഷത്തേക്കുള്ള ബിഡ്ഡിംഗ് ആണ് നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പം നടത്താൻ പോകുന്നത്. 20 വർഷത്തേക്കുള്ള ബിഡ്ഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15+5 ഇയേഴ്സിലേക്കുള്ള ഒരു ടെൻഡർ വിളിക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു പ്രീ ബിഡിംഗ് കോൺഫറൻസ് ഇന്ന് 4:30 ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഫാൻകോഡും പിന്നെ യൂറോപ്യൻ ബേസ്ഡ് മറ്റൊരു ഏജൻസിയും കൂടി ഒരു പ്രീ ബിഡിംഗ് കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യും എന്നാണ് അറിയുന്നത്. ഇനിയും ആളുകൾ വന്നേക്കാം. ഏതായാലും 2.5 ലക്ഷം രൂപയായിട്ടുള്ള ടെൻഡർ ഫീസ് കൊടുത്തിട്ട് അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള രണ്ട് കക്ഷികൾ ഇപ്പം ഫാൻകോഡും പിന്നെ യൂറോപ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. ഇനിയിപ്പം പ്രീ ബിഡിംഗ് കോൺഫറൻസ് മാത്രമാണ്, ഇനിയും കക്ഷികൾ വന്നു ചേരാം. ഇനിയിപ്പോൾ വേറെ കക്ഷികൾ വന്നില്ല എങ്കിൽ പോലും ഈ രണ്ട് ടീമുകളിൽ ആരെങ്കിലും ഒരാൾ എടുത്തു കഴിഞ്ഞാലും വരാൻ പോകുന്ന 15 വർഷത്തേക്ക് അവർ ഏതെങ്കിലും മറ്റു കമ്പനികൾക്ക് മറച്ചു വെക്കാനും കാര്യങ്ങളിലേക്കൊക്കെ പോകും. പക്ഷേ 20 വർഷത്തേക്ക് മുൻകൂട്ടി ഇപ്പം എടുത്തിരിക്കുന്ന ഒരു തീരുമാനം താൽക്കാലികമായിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് കുറേ കാശ് നേടിക്കൊടുക്കുമെങ്കിലും ലോങ് റണ്ണിൽ ഇത് നഷ്ടം വരുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം ഇവന്മാരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? വരാൻ പോകുന്ന 20 വർഷത്തേക്കുള്ള ISL ടെൻഡറൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പതിയെ പതിയെ ഇന്ത്യൻ ഫുട്ബോളിനെ ഇവന്മാരെല്ലാം കുഴിച്ചു മൂടും. കൂടുതലൊന്നും പറയാനില്ല.